ടെക് ഹാക്കർക്കിൻ്റെ കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കിച്ചൺ സെറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് കിച്ചണിൽ കബോർഡ് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ. അതായത് ഒരുപാട് ബോർഡുകൾ വെച്ചിട്ട് നമുക്ക് കിച്ചണിൻ്റെ കബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോം ബോർഡ് വെച്ചിട്ട് ചെയ്യുക, മറൈൻ പ്ലൈവുഡ് വെച്ചിട്ട് ചെയ്യുക, പ്ലൈവുഡ് വിനീർ വെച്ചിട്ട് ചെയ്യുക, അതുപോലെ തന്നെ അലൂമിനിയം ഹൈലം ബോർഡും വെച്ചിട്ട് ചെയ്യുക, അലൂമിനിയം ACP ബോർഡും വെച്ചിട്ട് ചെയ്യുക, അലൂമിനിയം UV ബോർഡ് വെച്ചിട്ട് ചെയ്യുക, PVC ബോർഡ് വെച്ചിട്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആവുകയും വേണം, അത്യാവശ്യം പ്രീമിയം ലുക്കും കിട്ടുന്ന ഒരു രീതിയിൽ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ അലൂമിനിയത്തിൽ ചെയ്യുന്നത് തന്നെ ഒരുപാട് ബോർഡ് നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. ഫിനിഷിങ്ങിലെല്ലാം സെയിം തന്നെയായിരിക്കും. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. അതെങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏതിട്ടാലാന്ന് ലാഭം കിട്ടുമോ, ഏതാണെന്ന് ലൈഫ് കിട്ടുമോ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് 3-4 എപ്പിസോഡായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കിച്ചണിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെ ഞാൻ ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ബോട്ടം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മളൊരു ഫോം ബോർഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറൈൻ പ്ലൈവുഡിലൊക്കെ ചെയ്യുന്ന സമയത്ത് അടിഭാഗം ഒരു ബ്ലാക്ക് കളറിൽ അടിച്ച് നോക്കില്ലേ, ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 3-1 പൈപ്പ് വെക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു കോർണർ ഇങ്ങനെ 45 കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഫോം ബോർഡിൽ ചെയ്ത ഒരു ഫിനിഷിങ് തന്നെ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ 45 കട്ട് ചെയ്തിട്ട് ആ ഒരു ഫ്രെയിം സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോയി. ഇപ്പോൾ 2 ബേസ് പീസും മുറിച്ചിട്ടുണ്ട്, കോർണറായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്ത്. അപ്പോൾ നമ്മളിനി കുത്ത് ഫിറ്റാക്കാൻ വേണ്ടി പോയിരുന്നു. ടോപ്പിലേക്കുള്ള കുത്തിൻ്റെ അളവെടുക്കണം, അതുപോലെ തന്നെ ആ ഒരു കുത്ത് സെറ്റാക്കാനുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഇവിടെ വരണം, ഒന്ന് ഇവിടെയും വരണം. അപ്പോൾ അത് ഡോറ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്തെ ഡോർ ഈ ഒരു അളവിലും, അത് ഇപ്പുറത്തേക്ക് വരുന്ന ഡോറ് സെറ്റ് ചെയ്യുന്ന സമയത്ത് 1 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെയുള്ളൊരു അളവിലും സെറ്റ് ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ക്ലോസ് ചെയ്യുന്ന സമയത്ത് രണ്ടും തമ്മിൽ ആ ഒരു ക്രാഷ് വരാതെ സംഭവിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കോർണറിൽ ഇഞ്ചസ് വെച്ചിട്ട് കോർണറായിട്ടുള്ളൊരു ഡോറ് സെറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ അങ്ങനെയല്ല സെറ്റ് ചെയ്യുന്നത്, സെപ്പറേറ്റ് സെറ്റ് ചെയ്യുന്നത്. കോർണർ ഡോർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഹാങ് ആവുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇതിൻ്റെ ഹൈറ്റ് ഇത് ബോക്സ് ആക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് 28.4 ഇഞ്ചാണ്. അപ്പോൾ 28.4 ഇഞ്ചിൽ നമുക്ക് ഈ ഒരു ഹൈറ്റ് മുറിച്ചെടുത്തിട്ടാണ് നമ്മൾ സെറ്റ് ആക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്രയും നീളം അതിൻ്റെ നിന്ന് 28.4 ഇഞ്ച് കുറച്ചെടുക്കും. അപ്പോൾ നമുക്ക് എന്തായി സൗകര്യത്തിൽ ഇതിൻ്റെ എല്ലാ ഹൈറ്റും ഒറ്റ ഹൈറ്റിൽ മുറിച്ചാൽ മതി. സൈഡിലുള്ളത് വേറൊരു അളവിലും അപ്പുറത്തുള്ളത് വേറൊരു അളവിലും ആക്കി സെറ്റ് ചെയ്യുന്നതിലും നല്ലത് ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് ഒറ്റ അളവിൽ മുറിക്കുന്നതിനായിരിക്കും. അപ്പം മാറാനൊന്നും സാധ്യതയില്ല. അപ്പോൾ ഈ ഒരു അളവ് വരുന്നത് 4 ഇഞ്ച് 3/8 അഥവാ 11.1 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ആ ഒരു അളവ് നമ്മൾ ആ ഒരു ഹൈറ്റിൽ നിന്ന് കുറച്ച് വെച്ചിട്ട് അതിന് ബോക്സിൻ്റെ ആ ഒരു പീസ് മുറിച്ചിട്ടുണ്ട്. ഹൈറ്റ് മുറിക്കാൻ വേണ്ടി പോയത് 28.4 ഇഞ്ചാണ് ഹൈറ്റ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ അന്ന് 4.38 നമുക്ക് കിട്ടിയപ്പോൾ ആ ഒരു അളവ് കുറച്ച് പോകാം. അപ്പോൾ 23.78 ഉണ്ടാവും. ഈ ഒരു അളവിൽ മുറിക്കും. അപ്പോൾ ഫ്രെയിമിൽ മാർക്കിംഗ് എടുക്കാൻ വേണ്ടി പോയത് 1.5 ഒരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ ഇതാ വരുന്നത്. സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് 2 എൻഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിലായിട്ട് നമ്മൾ ആ ഒരു ഡ്രോയറും അതുപോലെ തന്നെ ട്രേയും കൊടുക്കാൻ വേണ്ടി പോകും. ട്രേ വാങ്ങിയിട്ടുള്ളത് 15 ഇഞ്ച് വീതി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 15 + 1 ഇഞ്ച് സ്ലൈഡറിൻ്റെയും കൂടി കൂട്ടി 16 ഇഞ്ച് ഉണ്ടാവും. 16 ഇഞ്ചിന് മാർക്കിംഗ് കൊടുക്കും. എന്നിട്ട് ഇതേപോലെ തന്നെ ഒരു മാർക്കിംഗ് ഇട്ട് കൊടുക്കും. നമുക്ക് ഇവിടെയാണ് ക്ലീറ്റ് വെക്കേണ്ടത്. ഇത് സ്റ്റീൽ റൂൾ വെച്ചിട്ട് എടുക്കുന്നതിന് കുറച്ചുകൂടി നല്ലത്, കറക്റ്റ് അളവ് കിട്ടും. അതിപ്പോൾ ടേപ്പ് കൊണ്ട് ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഒന്നുകൂടി ഫൈനലായിട്ട് സ്റ്റീൽ റൂൾ വെച്ചിട്ടൊന്ന് അളവെടുക്കും. ആ ഡ്രോയറിനുള്ള ഗ്യാപ്പ് സെറ്റായി. അപ്പോൾ ഇനി 2 ഡോറാണ് സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. സെൻറ്ററിൽ നമ്മൾ കുത്ത് കൊടുക്കുന്നില്ല. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു ഡോറ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഓപ്പൺ ആക്കുന്ന ഒരു ഡോർ. അത് കുറച്ച് വൈഡായിട്ട് ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റും. സെൻറ്ററിൽ നമ്മൾ കുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ സംഭവങ്ങൾ എന്തെങ്കിലും കാറ്റ് അകത്തുനിന്ന് എടുക്കലും പുറത്തേക്ക് എടുക്കലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് അപ്പോൾ ടോട്ടൽ അളവിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇത് മുറിച്ചാലും മതിയാവും. ഒരു ഡോറിൻ്റെ അളവ് മുറിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ നേരെ ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് തന്നെ 2 ഡോറാക്കിയിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡോറെല്ലാം ഈക്വൽ ആയിട്ട് കിട്ടും, നല്ല ഒരേ അളവിലുള്ള ഡോറ് കിട്ടും. നമ്മൾ ഈ ഒരു സൈഡിൽ വരുന്ന സമയത്ത് ചെറിയൊരു ഡിഫറൻസ് വരും. കാരണം നമ്മൾ ആ ഒരു പ്ലേറ്റ് ട്രേൻ്റെ വാങ്ങുന്ന ഒരു സൈസ് അനുസരിച്ചിരിക്കും. നമുക്ക് ഇതേ ഒരു ഡിവൈഡ് ചെയ്യുന്ന ഒരു അളവിൽ തന്നെ ഒരിക്കലും ട്രേ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പോൾ 17 ഇഞ്ചിൻ്റെ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കുറച്ച് കുറയും, ഇത് കൂടും. അങ്ങനെയൊക്കെ സെറ്റ് മാറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ വാങ്ങിയ ആ ഒരു സെറ്റപ്പിന് കണക്കാക്കിയിട്ട് ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. ഏകദേശം കിട്ടുന്ന ഒരു അളവ് അങ്ങനെ തന്നെ വരുന്നത്. ചെറിയൊരു ഡിഫറൻസ് എന്തായാലും വരും. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ക്ലീറ്റ് സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്ലീറ്റൊക്കെ അടിച്ചു കഴിഞ്ഞു. നമ്മളിത് സെറ്റാക്കാൻ വേണ്ടി പോയാണ്. അപ്പോൾ സെറ്റാക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് വരേണ്ട ഭാഗം നോക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം ബാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സെൻറ്ററിൽ ഒരു പീസ് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം സൈഡ് നോക്കിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കൊടുക്കുക. ശരി. നമ്മൾ 16 പീസ് മുറിച്ച് വെച്ചിട്ടുണ്ട്. 16 പീസ് ഇവിടെ കയറ്റി.
ഇതിൻ്റെ അകത്ത് എവിടെയും വുഡ് വെച്ചില്ല കേട്ടോ. അത്യാവശ്യം നല്ല തിക്നെസ്സുള്ള പൈപ്പ് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വുഡിൻ്റെ ആവശ്യം വരുന്നില്ല. പൈപ്പിൻ്റെ തിക്നെസ് നല്ല തിക്നെസ് കൂടിയതാണ്. ഇതിൻ്റെ തന്നെ കുറഞ്ഞത് വരുന്നുണ്ട്. അത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വുഡ് കയറ്റേണ്ടി വരും. എന്നെ ക്ലീറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുറച്ച് നല്ല ടൈറ്റ് തന്നെ സെറ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ സെറ്റാക്കിയാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കുരഞ്ഞ് വീഴുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ടോപ്പ് ഇടാൻ വേണ്ടി പോയാണ്. അത്യാവശ്യം നല്ല ടൈറ്റ് കൊടുത്തിട്ട് കേട്ടോ. അത് ഇടാൻ വേണ്ടി ചെറിയൊരു ഇത് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഈ സൈഡിൽ നിന്ന് സ്ക്രൂ വെച്ച് കൊടുക്കണം. ഇത്രയാണ് നമുക്കതിന് മെയിനായിട്ടുള്ള വർക്ക്. ഇപ്പോൾ ഫ്രണ്ടിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവും. നല്ല ഫിനിഷിങ് തന്നെ ഉണ്ടാവുക. നമ്മളിപ്പോൾ ബാക്ക് സൈഡാണ് കാണിച്ചത്. ബാക്ക് സൈഡ് നമ്മൾ ആ ഒരു സ്ലൈഡർ വെക്കേണ്ട ഭാഗമാണ് നമ്മളിപ്പോൾ ആ ഒരു ക്ലീറ്റ് വരുന്ന ഭാഗം കാണുന്നത്. ഇത് ഡ്രോയർ വരുന്ന ഭാഗം. ഇത് നമുക്ക് ആ ഒരു ബാസ്ക്കറ്റ് വരുന്ന ഭാഗം വരുമോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ഡോർ, അങ്ങനെ ഇങ്ങോട്ടൊരു ഡോർ. ഇതും അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഡോർ. സെൻറ്ററിൽ ചെറിയൊരു 1/8 ഗ്യാപ്പ് കൊടുക്കും. സെറ്റാക്കാം. സ്ക്രൂ ഉപയോഗിച്ചുള്ളത് 14 സ്ക്രൂ തന്നെയാണ്, സ്റ്റാർ സ്ക്രൂ. അപ്പോൾ ഫ്രെയിം സെറ്റായി. നമുക്കിനിയിപ്പോൾ മെയിനായിട്ട് ചെയ്യാനുള്ളത് ബാസ്ക്കറ്റിൻ്റെ ഒരു ഭാഗങ്ങൾ സെറ്റാക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബോക്സ് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ. അവർ കബോർഡിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വുഡൻ കളർ ഇടുന്നത്. വുഡൻ കളർ ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ബോർഡ് ഇതിലിടാൻ വേണ്ടി പറ്റും. ഇതൊരു ബെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബോർഡാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ബെൻഡ് ചെയ്ത് ആ ഒരു കോർണർ ബെൻഡൊക്കെ വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ബോർഡാണ്. ഇത് നമ്മളിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ലെയർ ഇങ്ങനെ പറഞ്ഞു വരുന്ന ടൈപ്പ് ബോർഡാണ്. അതുപോലെ തന്നെ വേറൊരു ബോർഡുള്ളത് ഇങ്ങനെ തുരുമ്പ് പിടിച്ച പോലെ ഇങ്ങനെ അതിൻ്റെ കോട്ടിങ് ഇളകുന്ന ടൈപ്പ്. പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിയിട്ട് പീസായിട്ട് വരും. അപ്പോൾ അതുപോലെ തന്നെ വേറെ ബോർഡുള്ളത് പൊട്ടിക്കാൻ കഴിയാത്ത ടൈപ്പും അത്യാവശ്യം ഡ്യൂറബിൾ ആയിട്ടുള്ളതാണ്. ഇത് ബെൻഡാവില്ല, എങ്ങനെയും ബെൻഡാവില്ല, എങ്ങോട്ടേക്കും ബെൻഡാക്കാൻ പറ്റാത്ത ടൈപ്പ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബോർഡ് നമുക്ക് ഈ ഒരു ചാനലിൽ ഇടാൻ വേണ്ടി പറ്റും. ഏതിട്ട് കഴിഞ്ഞാലും ഫ്രണ്ട് കാണുന്ന സമയത്ത് ഫിനിഷിങ്ങിൽ ഒരുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഏതാണ് ഇട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരുപാട് ട്രിക്കുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ട്രിക്ക്, അതുപോലെ തന്നെ ഇതിന് നമ്മൾ ഹാൻഡിൽ സെക്ഷൻ ഉപയോഗിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. അതൊക്കെ ഒറ്റ ഒരു വീഡിയോയിലായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റില്ല എന്തായാലും. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഇത് എന്തൊക്കെയാണ്, പിന്നെ മെറ്റീരിയൽ എന്തൊക്കെയാണ്, ഡോറിനെ എങ്ങനെ മുറിച്ചെടുക്കും, അതുപോലെ തന്നെ ഏത് ബോർഡാണ് നല്ലത്, അതുപോലെ തന്നെ ഫിറ്റിങ്ങിൻ്റെത് കഴിയുമെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.